ഞാൻ വിചാരിച്ചത് കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇവരുടെ വീഡിയോയ്ക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. ഇവരുടെ ഒരു ക്യാപ്ഷൻസ് ശ്രദ്ധിക്കണം. ഞെട്ടിപ്പോകും കണ്ടാ ഞെട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഞാൻ അടിച്ചു വാരുമ്പോൾ അയാൾ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കുമ്പോൾ അച്ഛൻ വന്നപ്പോൾ ഉണ്ടായത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, എല്ലാത്തിന്റെ അവസാനം ഞെട്ടും. തുണി കാലൊക്കെ കാണിക്കും അല്ലെങ്കിൽ കൈ കാണിക്കും എന്നല്ലാതെ വേറൊരു ശരീരഭാഗവും കാണിക്കില്ല. അവരുടെ ഡ്രസ്സ് ഇടുമ്പോൾ വൃത്തിയില്ലാത്തൊരു ഭാഗം എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു. ഇവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേഷൻ ആവും. അപ്പൊ ഈ സാധനം നമ്മൾ കമന്റ് ചെയ്യും, ഇങ്ങനെയാണോ പാചകം ചെയ്യുന്നത്, ഇത് വായി വെക്കേണ്ടതല്ലേ സാധനമല്ലേ, നമ്മൾ കമന്റ് ചെയ്യും. ഇതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കമന്റ്സ് അതാണ് അവർക്ക് വേണ്ടത്. രഞ്ജിത്തെ, റേജ് ബൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ വൈറൽ ആകാൻ വേണ്ടിയിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റേജ് ബൈറ്റിംഗ് എന്ന് വെച്ചാൽ ആളുകളെ ചുടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് വീഡിയോകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, വെറുപ്പിലൂടെ വീഡിയോകൾ വൈറലാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ നമുക്ക് ഈ റേജ് ബൈറ്റിങ്ങിനെ വിളിക്കാമെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും അത് ആൾക്കാരെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കുക എന്നുള്ളത്. അതായത് നമുക്കിപ്പം കൂടുതൽ ദേഷ്യവും ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും കൂടുതൽ നമ്മളെ ഹിറ്റ് ചെയ്യും. അപ്പൊ ഈ വീഡിയോസ് നമുക്ക് കൂടുതൽ നമുക്കതിനെ പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം ഉണ്ടാവും. ഇത് കൂടുതൽ റീച്ച് ആവും. ഈ അത് പറഞ്ഞപ്പോഴ അഞ്ജിത നായരെ പോലുള്ള ആൾക്കാര് അവരെന്താ കാണിക്കുന്നത്? അതായത് ഞാൻ ആദ്യം വിചാരിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വിചാരിച്ചത് കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇവരുടെ വീഡിയോയ്ക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പിന്നെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ ഒരു ക്യാപ്ഷൻസ് ശ്രദ്ധിക്കണം. ഞെട്ടിപ്പോകും കണ്ടാ ഞെട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്യാപ്ഷൻസ് ഉണ്ട്. ഡബിൾ മീനിങ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ആണ് കൂടുതൽ വരുന്നത്. ഇവരുടെ ചേച്ചിയും കൂടെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്തൊരു കുട്ടിയും കൂടെ ഇവർക്ക്, ഇതാണ് ആൾക്കാരെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ഇങ്ങനെ ഡബിൾ മീനിങ് ഉള്ള വീഡിയോസിനകത്ത് ഈ കുട്ടിയെ കയറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഗൈഡ് ലൈൻസ് എടുത്ത് നോക്കുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ കാണിക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പ്രസൻസ് പോലും പാടില്ല എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു വയലേഷൻ ആണ് ഈ അഞ്ജിത നായർ ചെയ്യുന്നത്. പിന്നെ രഞ്ജിത ആദ്യം പറഞ്ഞതുപോലെ തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും ഈ രഞ്ജിത നായരുടെ ഒരു കാലഘട്ടത്തിലെ വീഡിയോസ് നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൊത്തം ഞാൻ അടിച്ചു വാരുമ്പോൾ അയാൾ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കുമ്പോൾ അച്ഛൻ വന്നപ്പോൾ ഉണ്ടായത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, എല്ലാത്തിന്റെ അവസാനം ഞെട്ടും അതുണ്ടാവുമായിരുന്നു. ഇപ്പൊ പിന്നെ മാറിയിട്ട് ഞങ്ങളോട് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചേച്ചി തുള്ളിയപ്പോൾ അനിയത്തി കണ്ടത്, അങ്ങനെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ആൾക്കാരെ കിടന്നങ്ങ് പ്രതികരിക്കുക, ഇവരെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇവര് മാറൂല്ല, ഇവര് വീണ്ടും ഇത് ആവർത്തിക്കും. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഈ അഞ്ജിത നായരുടെ വീഡിയോ നമ്മള് രാവിലെ രഞ്ജിത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഇരുന്ന് കണ്ടു നോക്കിയിട്ടുണ്ടോ? അഞ്ജിത നായരുടെ ഞാൻ കണ്ടു നോക്കിയിട്ടില്ല. ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇതിൽ എന്താണ് ഞെട്ടാനുള്ളത് എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്ത് ഞാനത് കണ്ടിട്ടുണ്ട്. അതിൽ ഞെട്ടാനായിട്ടൊന്നുമില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിലൊരു എക്സ്പോസിങ് ഇല്ല. അവരുടെ വസ്ത്രത്തിൽ ഉണ്ടാകുന്ന വൾഗാരിറ്റിയോട്, അല്ലാതെ അവര് ഫുള്ളി ഡ്രസ്ഡ് ആയിട്ടാണ് ആ വീഡിയോകൾ ചെയ്യുന്നത്. ഇടയ്ക്ക് തന്നെ തുണി കാലൊക്കെ കാണിക്കും അല്ലെങ്കിൽ കൈ കാണിക്കും എന്നല്ലാതെ വേറൊരു ശരീരഭാഗവും കാണിക്കില്ല. അവരുടെ ഡ്രസ്സ് ഇടുമ്പോൾ അവർക്കൊരു വൾഗാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് നമുക്ക് അത് കാണുമ്പോൾ കുറച്ച് വൾഗറായിട്ട് ട്രോൾസിന് കണ്ടിട്ടുണ്ട് ഈ സംഭവങ്ങള്. എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ തന്നെ എനിക്ക് പിന്നെ എന്റെ ഫീൽഡിൽ വരും. അതുകൊണ്ട് ഞാൻ ഇത് കാണാൻ നിൽക്കത്തില്ല. പക്ഷെ എന്താണെന്നറിയോ, ഇവര് എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്. അൻസാൻ യൂട്യൂബ് എടുത്ത് നോക്കി എത്രയോ വീഡിയോകളുണ്ട്. ഈ ഒരു വീഡിയോയിലും ഒരു തരത്തിലുള്ള ഇന്ന് ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ പകുതി എക്സ്പോസിങ് ഈ അഞ്ജിത നായർ ചെയ്യുന്നില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇതിനുള്ളിൽ ഒന്നും ഞെട്ടാനില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇത് മുഴുവൻ കാണുക എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു ഹോബിയാണ്. അതെ, ഇവരെ തെറി വിളിക്കണം. ഇത് മുഴുവൻ കണ്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണം. ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കാം എന്നുള്ളതാണ്. ഇത് അവർ ജസ്റ്റ് ഇത് അതിനുവേണ്ടി മാത്രമല്ല ഇവര് കാണുന്നത്. ഇവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ളത് ദേഷ്യം കൂടുതലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് മൊത്തം കണ്ടിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ട് ഇവർക്ക്. ഇത് പറയാൻ വേണ്ടി ഒരു 4 വട്ട വീഡിയോ കാണുന്നുള്ളതാണ്. അതെ, ഇത് കണ്ട് ഹേറ്റ് കമന്റ്സ് എല്ലാം കൂടുന്ന സമയത്ത് ഇവർ കൂടുതൽ റീച്ച് ആവത്തേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന പോലെ റേഞ്ച് വെയിറ്റിങ്ങിലൂടെ ഏറ്റവും ഈസി ആയിട്ട് റീച്ച് ഉണ്ടാക്കാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗിൽ ഏറ്റവും ഈസി ഉള്ള ഒരു പരിപാടിയാണ് റേഞ്ച് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, നേരത്തെ ശില്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആഡിന്റെ ഒക്കെ ഇതില് ആദ്യം മുമ്പ് വന്നിട്ട് അത് നമ്മൾ ഇപ്പോ കുറച്ച് നമ്മൾ ഈ മാർക്കറ്റിംഗ് വീഡിയോസിന്റെ ഇപ്പത്തെ ഒരു ട്രെൻഡിങ് ആണ്. കാരണം ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം റീലുകൾക്ക് പുതിയൊരു ഇതൊന്നും ഈ 3 സെക്കൻഡ് ആദ്യത്തെ 3 സെക്കൻഡ് അത്രയും കാച്ചി ആയി കഴിഞ്ഞാൽ വീഡിയോകൾക്ക് കൂടുതൽ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മെറ്റ തന്നെ ഒരുപാട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആളുകൾ എന്താ ഈ മാർക്കറ്റിംഗ് വീഡിയോസ് ഒക്കെ ഇപ്പൊ ഒരു കോഴ്സ് പഠിക്കേണ്ട ഒരു വീഡിയോ ആണെന്നിരിക്കട്ടെ, CA കോഴ്സ് അല്ലെങ്കിൽ CA ഒരു കോഴ്സ് പഠിക്കേണ്ട ഒരു വീഡിയോ ആണെങ്കിൽ ആദ്യം ഒരു അടിയോ അല്ലെങ്കിൽ ഒരാൾ തലകുത്തി മറിയുന്നതോ എന്തെങ്കിലും ഒരു വിഷ്വൽ എടുത്തിടും. എന്നിട്ട് ഇയാൾ തലകുത്തി മറിഞ്ഞ് അവിടെ വന്ന് നിന്നിട്ട്
CA പഠിക്കണോ, എന്നാൽ നിങ്ങൾ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരും. ആ രീതിയിലായിരിക്കും ആ വീഡിയോ പോകും. നമ്മൾ എന്താ വിചാരിക്കുക, എന്തൊരു സ്റ്റണ്ട് വീഡിയോ കാണാൻ നമ്മൾ വിചാരിക്കും. ഇത് പറഞ്ഞപ്പോഴാ ഇതേപോലൊരു സംഭവം. ഒരു 7-8 പഠിക്കുന്ന കുട്ടി, ഒരു 12-13 വയസ്സ് കാണുമായിരിക്കും. ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ആദ്യത്തെ കുറച്ച് വീഡിയോസിനൊന്നും വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ വീഡിയോസിലും അത്യാവശ്യം റീച്ച് ഉണ്ടാവാൻ തുടങ്ങി. ആ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, പെൺകുട്ടികൾ തുള്ളി എടുക്കുകയൊക്കെ ചെയ്യും, ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ പോയിന്റിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളിടത്ത് വേറൊരു ആൾക്കാർ ഇതേപോലെ ഒരു പെൺകുട്ടി കിടന്ന് തുള്ളുന്നു, നമ്മൾ എന്തെങ്കിലും നടക്കും കാണുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ കുട്ടി വന്നിട്ട് പറയുന്നു, ഇത്രയും കണ്ടാൽ മതി, ഇനി ബാക്കി എന്നെ കാണുന്നു പറയുന്നു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ പിന്നെ ഇങ്ങനെയുള്ള കണ്ടന്റ് അത് കയറിയ സമയത്ത് പിന്നെ കുട്ടി ഇത് തന്നെ തുടരാൻ തുടങ്ങി. ഇങ്ങനെ കുറച്ച് ടൈപ്പ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇതിന് ആൾക്കാരെ ഹേറ്റ് ഇടാൻ തുടങ്ങി. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹേറ്റ് ഇടാൻ തുടങ്ങി. ഈ കുട്ടി തിരിച്ച് മറുപടി കൊടുക്കാൻ തുടങ്ങി, കമന്റ്സിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, അക്കൗണ്ട് റീച്ചായി. ഇപ്പൊ നമ്മൾ ഈ ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര പോലെയുള്ള ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആരുടെയും കണ്ടന്റ് നമ്മൾ വാവ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയി ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു പൊതുസ്ഥലത്ത് ഒരു ശാസ്ത്രജ്ഞൻ വരുന്നു, അലൻ ജോസ് പെരേരയോ ആറാട്ടണ്ണനോ വരുന്നു, നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയും? അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും. അതെ, ഇവര് തിരിച്ചറിയുന്നതിന് പ്രശ്നമില്ല. പക്ഷെ എന്ത് സ്കില്ലിലാണ് ഇവര് തിരിച്ചറിയപ്പെടുന്നത്, അതിലാണ് പ്രശ്നം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, നമ്മളെ ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോ ഈ വീഡിയോ അലൻ ജോസിന്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇവനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഞാൻ എന്നൊരു തോന്നലുണ്ടോ, ചില ഒരു നിർവൃതിയാണ്, എത്രയോ ഭേദമാണ് ഞാൻ എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാർ ഇവരെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. ഈ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാണും, തെറി വിളിക്കും, റീച്ച് ആവും. ആദ്യമേ കുറച്ച് ആൾക്കാർക്ക് ഇവനോട് മൊത്തം ഹേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാർ സിമ്പതി വന്നു തുടങ്ങുന്ന സമയത്ത് അവനെ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇയാളെ വിമർശിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എത്ര വീഡിയോ കാണുന്നുണ്ട് ഇവരുടെ, അതൊരു വലിയൊരു പോയിന്റ് ആണ്. ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു ഈ അലൻ ജോസ് പെരേരയുടെ പണ്ടൊരാളുണ്ട്. അതെ, ആ ഒരു മനുഷ്യൻ, എനിക്കുള്ള പേര് എനിക്ക് ഓർമ്മയില്ല, ഈ മിമിക്രി കലാകാരനായിരുന്നു അത്ര അദ്ദേഹം. അപ്പൊ ഞാൻ ഒരു വട്ടം അയാൾ ഇവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ അലൻ ജോസ് പെരേരയെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ ഇദ്ദേഹം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്താണ്, ഇദ്ദേഹം മിമിക്രി ചെയ്യുന്ന ഒരു കലാകാരനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു വട്ടം രോഹിത് ഏട്ടൻ ഇദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ്. ആ ഇന്റർവ്യൂവില് രോഹിത് ഏട്ടൻ ഇയാളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ അലൻ ജോസ് പെരേരയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം? അപ്പൊ അയാൾ കൃത്യമായി പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ എല്ലാ സ്റ്റേജുകളിലും മിമിക്രി ചെയ്യാൻ പോകുമായിരുന്നു, സ്റ്റേജ് ഷോകൾക്ക് പോകുമായിരുന്നു. പക്ഷെ അന്ന് ആരും എന്നെ അംഗീകരിച്ചിരുന്നില്ല, ആർക്കും എന്നെ അറിയില്ല, ഇപ്പൊ നിങ്ങൾക്ക് പോലും എന്നെ അറിയില്ല. പക്ഷെ അലൻ ജോസ് പെരേരയുടെ കൂടെ ഒരു 2-3 ദിവസം ഞാൻ നടന്നപ്പോ ഇന്ന് എന്നെ എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ എടുക്കുന്നു. ഈ ഒരു ലെവലിലേക്ക് എന്നെ ആളുകൾ അറിയാൻ കാരണം എന്താണ്? ഈ അലൻ ജോസ് പെരേരയാണ്. ആൾക്കാർ തിരിച്ചറിയും. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി. ഇപ്പൊ ബോച്ചയുടെ കാര്യം എടുത്തു നോക്കൂ. ഈ ബോച്ച ഇപ്പൊ ഹണി റോസിന്റെ വിഷയത്തിന് മുൻപ് വരെ ഇത്തരം വിവാദ പരാമർശങ്ങൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അതിനെ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ ചെയ്തികളെയും കൊണ്ടാടുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെ എംപ്ലോയീസ് ഉണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകളും ട്രോളാക്കി ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് ആളുകൾക്ക് ഇന്ന് വളരാൻ സാധിക്കുന്നത്. വലിയൊരു പോയിന്റാണ്. പെട്ടെന്ന് റീച്ച് ആവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കാണുന്ന ആൾക്കാർ കൂടുതൽ നേരെ ഇത് കണ്ടോണ്ടിരിക്കും, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, നീറ്റായിട്ടൊരു കിച്ചൺ വീഡിയോ, അതായത് നമ്മൾ നീറ്റായിട്ടുള്ളൊരു വീഡിയോ, ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, നീറ്റായിട്ട് കാണുന്ന പല വീഡിയോയ്ക്കും റീച്ച് ഇല്ല. നമ്മൾ നേരെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോകും, നീറ്റാണല്ലോ. നേരെ മറിച്ച് ഇതിനകത്തൊരു വൃത്തിയില്ലായ്മ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും. നമ്മളെ അത് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം ഒരു വൃത്തിയില്ലാത്തൊരു ഭാഗം എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു, ഇവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേഷൻ ആവും. അപ്പൊ ഈ സാധനം നമ്മൾ കമന്റ് ചെയ്യും, ഇങ്ങനെയാണോ പാചകം ചെയ്യുന്നത്, ഇത് വായി വെക്കേണ്ട എല്ലാ സാധനമല്ലേ, നമ്മൾ കമന്റ് ചെയ്യും. ഇതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കമന്റ്സ് അതാണ് അവർക്ക് വേണ്ടത്. ഇത് മനഃപൂർവ്വം ചെയ്യാറുണ്ട്. പച്ചക്ക് തിന്നുന്ന ഒരു പെൺകുട്ടി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. കുട്ടിയെ, ആ കുട്ടി എങ്ങനെയാണ്, നമ്മൾ ആരെങ്കിലും ഈ മത്തിയും അയിലൊക്കെ പച്ചക്ക് തിന്നാറുണ്ടോ? ഇല്ല. ഈ കുട്ടി അത് തിന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ കുട്ടി അത് തിന്നുന്നത് കണ്ടിട്ട് നമ്മൾ ഈ ചൈനീസ് അല്ലെങ്കിൽ കുറച്ച് നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ ചില ആളുകളുടെ വീഡിയോ നമ്മൾ കാണാറുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വളരെ ടെംപ്റ്റിംഗ് ആയി തോന്നാറുണ്ട്. ഓ, അങ്ങനെ കഴിക്കണം, നമുക്ക് ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ടെംപ്റ്റേഷൻ വരാറുണ്ട്. പക്ഷെ ഇവിടെ ആരും ഈ കുട്ടിയുടെ വീഡിയോ ആരും ഇത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല കാണുന്നത്. എല്ലാവരും ഇത് എന്താ ഈ കുട്ടി കാണിക്കുന്നേ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ പലരും കാണുന്നത്. അതും ഒരു തരത്തിലുള്ള റീച്ച് ബൈറ്റിംഗ് ആണ്. ആളുകളെ പ്രചോദിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകളെ അറപ്പ് തോന്നിപ്പിച്ചുകൊണ്ട്
അവരുടെ വ്യൂസ് അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് പലരും തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പോ കിടന്ന് ഇതുവരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഈ ചെയ്യും തോറും ഈ അക്കൗണ്ട് റീച്ച് ആവും, ട്രോള് വരും. ട്രോള് വന്നു കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയയിൽ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യും, അവരുടെ അക്കൗണ്ട് റീച്ച് ആവും. ഇതാണ് അവർക്ക് ഇവർക്ക് ഈ വഴി ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. കൂടുതൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഇതിനകത്ത് നമ്മളാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാവുന്നതല്ലാതെ അവർക്ക് ഇതുകൊണ്ട് ഗുണം മാത്രമല്ല. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, സണ്ണി വെയിന്റെയും ലുക്മാന്റെയും. ആ സിനിമ പിന്നീട് തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയൊക്കെ ഉണ്ടായി. ആ സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോ ഇറങ്ങുന്നത് ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നതാണ്. ഈ ലുക്മാനും സണ്ണി വെയിനും എല്ലാം കൂടി അടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും എന്താ വിചാരിക്കുന്നത്, എന്തോ സെറ്റിൽ എന്തോ പ്രശ്നം ഉണ്ടായി, വലിയൊരു അടി നടക്കുകയാണ്. അതിനുശേഷം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ വരികയാണ്, എന്നിട്ട് പറയുകയാണ് ഇത് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ ആണ്. അത് കണ്ടിരുന്നു നമ്മളാരായി, പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് നമ്മള്, അത് വലിയൊരു ചർച്ചയായിരുന്നു. കാരണം അവിടെയും അവര് വരെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആളുകളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്ന, അവർ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് ഇതൊക്കെ. അതെ, ഇതൊരു തരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ഈ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്ന ആൾക്കാരും ഇത് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം വരേണ്ടത്, ഒരുപാട് പേര് ഒരുപാട് എഫേർട്ട് ഇട്ട് ഇറക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. ഒരുപാട് ഷോർട്സ് പോയി എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കുന്ന ഒരുപാട് വീഡിയോകൾ കാണാൻ ഇന്ന് ആരുമില്ല. ആളുകൾക്കെല്ലാം വേണ്ടത് ഇത്തരത്തിലുള്ള അടിപിടി അല്ലെങ്കിൽ കുറച്ച് തുണിയില്ലായ്മ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെ, ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വീഡിയോ എടുത്ത്, കുറച്ച് നല്ല രീതിയിൽ വീഡിയോയിലൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിക് സെൻസ് ഉള്ളൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. പക്ഷെ അവന്റെ വീഡിയോസിന് വേണ്ടി റീച്ച് ഇല്ല. അവൻ നല്ല അത് കാണുന്ന നല്ല എല്ലാത്തിലും ഇപ്പൊ ഒരു ഭയങ്കര ലൈവാണ്, നല്ല ലൈഫാണ് അവന്റെ വീഡിയോസിലും ഫോട്ടോയ്ക്കെല്ലാം. കാരണം ആ കറക്റ്റ് അത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഈ സാധനങ്ങൾക്കൊന്നും റീച്ചില്ല. നേരെ മറിച്ച് അവനൊരു കോമൺ ആയിട്ടൊരു വീഡിയോ എടുത്ത്, അത്യാവശ്യം ഒരു കാറുകാരൻ വന്നിട്ട് റോഡിന്റെ നടുക്കൊണ്ടിടെ, അപ്പോഴത്തേക്ക് ഇത് മാറ്റുന്ന ഒരു സിമ്പിൾ വീഡിയോ ജസ്റ്റ് വെറുതെ എടുത്തിട്ട് അത് റീച്ച്, അത് ഓടി. അതാ ഈ ആൾക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന നെഗറ്റീവായിട്ട് അടിയിടി ഉണ്ടാവോ, വെട്ടുകുത്തും ഉണ്ടാവോ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ആൾക്കാർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പീസ്ഫുൾ ആയിട്ടുള്ള ഇതിനെക്കാട്ടും കാണാൻ താല്പര്യപ്പെടുന്നത് ഇങ്ങനെയുള്ള വയലൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമുകൾ എടുത്ത് നോക്കിയാൽ ഈ പെൺകുട്ടികളുടെ വീഡിയോകൾ നമ്മൾ കൂടുതൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ലെസ്റ്റിനെ കൃത്യമായി യൂസ് ചെയ്യുന്ന പല പെൺകുട്ടികൾ ഈസിയാണ്. ലെസ്റ്റിനെ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ ഈസിയാണ്. അതാണ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ വരുന്ന തലമുറ എല്ലാ രീതി അവർക്കൊന്നും നഷ്ടപ്പെടാല്ലേ. മുഖം ഇല്ലാതെ തന്നെ എത്ര ആൾക്കാർ ചില സൈറ്റിലൊക്കെ കണ്ടതായി മുഖം കാണൂല, ഇവരത് പണം ഉണ്ടാക്കിയെടുക്കും. മുഖം ഇല്ലാതെ തന്നെ അവർ പണം ഉണ്ടാക്കിയെടുക്കും. അവരെ സംബന്ധിച്ചത് വളരെ ലാഭകരമായില്ലേ അവിടെ. ഇത് പറഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിലൊരു കുട്ടിയുണ്ട്, ബലൂണൊക്കെ കണ്ടാണ്. ഈ കുട്ടിക്ക് ഏകദേശം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഇത് വന്നിട്ടുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതുവഴി അവർക്ക് 10-37 ലക്ഷം രൂപ മാസം വരുമാനമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ ഈ മാനറിസംസിൽ ചെറിയ ഇത് കാണിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര എക്സ്പോസിങ് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വീഡിയോക്ക് റീച്ച് ആവുന്നുണ്ട്, കമന്റ് വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കമന്റ്സിന് റിയാക്ട് ചെയ്തുകൊണ്ട് ഈ കുട്ടി ഇടുന്നുണ്ട്, അത്യാവശ്യം റീച്ചും കിട്ടുന്നുണ്ട്. എന്തായാലും ആളുകളെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് പല ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പല ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരിലേക്ക്. അതിൽ പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു, അല്ലെ? ഇവരെ അവോയ്ഡ് ചെയ്യുക. അതെ.